പക്ഷെ ധോണി പോയി കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇല്ല. കളിക്കാർക്ക് ആർക്കും നിലവാരത്തിന് ഉയരാനായി സാധിച്ചില്ല. ബാക്കി മുംബൈ മോശമായിരുന്നെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ അവര് കളിച്ച് കയറി വരുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യന്റെ ക്യാപ്റ്റൻസി ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഭംഗിയില്ലായിരുന്നു. ക്യാപ്റ്റന്റെ മൊത്തത്തിലുള്ള അവരുടെ പെർഫോമൻസ് മൊത്തത്തിൽ മോശമായി പോയി. വിരമിക്കുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ മോശമായി പോകും. സർ, ഇത്തവണത്തെ IPL ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീം ഏതാണ്? ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീം എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ദില്ലി ടീം തന്നെയാണ്. ദില്ലി ടീമിന്റെ പ്രകടനം വളരെ മോശമായിരുന്നു. കളിക്കാർക്ക് ആർക്കും നിലവാരത്തിന് ഉയരാനായി സാധിച്ചില്ല. തന്നെയുമല്ല, ഒരു ക്യാപ്റ്റൻ എന്നുള്ള രീതിയിൽ ദില്ലി ക്യാപ്റ്റന് ഒട്ടും ശോഭിക്കാൻ സാധിച്ചില്ല. ഒരു ടീമിനെ മുന്നോട്ട് നയിക്കുക എന്ന് പറയുന്നത് അത്ര ലളിതമായ ഒരു കാര്യമല്ല. ഒരു മുന്നിൽ നിന്ന് നയിക്കേണ്ട ഒരു ക്യാപ്റ്റന് അത് കാഴ്ചവെക്കാനും സാധിച്ചില്ല. അതിന് തുയരാനോ അല്ലെങ്കിൽ ക്യാപ്റ്റന് പകരക്കാരനായി മാറാനോ മറ്റൊരു കളിക്കാരനും സാധിച്ചുമില്ല. ഇതാണ് പ്രധാനമായിട്ടും ഈ ദില്ലി ടീമിന്റെ ഒരു പ്രധാനപ്പെട്ട പരാജയത്തിന് കാരണമെന്ന് നമുക്ക് കാണാവുന്നത്. ഇത്തവണത്തെ IPL ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീമായിട്ട് തോന്നുന്നത് ഏതാണ്? എനിക്ക് തോന്നിയത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസിന് ക്യാപ്റ്റൻസി മാറിയതോടെ, രോഹിത് ശർമ്മ മാറിയിട്ട് ഹാർദിക് പാണ്ഡ്യ കയറിയതോടെ അവരുടെ ആ പ്രകടനം വീക്കായതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ അഭിപ്രായത്തിൽ മുംബൈ ഇന്ത്യൻസ് ആണ്. ബിക്കോസ് എന്താ വെച്ചാൽ നമ്മുടെ ഹാർദിക് പാണ്ഡ്യന്റെ ക്യാപ്റ്റൻസി ആണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു ഭംഗിയില്ലായിരുന്നു. ഒരു ഫോർമേഷൻ, അതേപോലെ ബോളിംഗ് ഫോർമേഷൻസ് ഒന്നും മെച്ചമില്ലായിരുന്നു. ഇത്രയും കളിയിൽ തന്നെ ഒരു 4 കളിയിൽ തന്നെ ഒറ്റ കളി മാത്രമേ അവർക്കത് നേട്ടം കൈവരിക്കാൻ സാധിച്ചുള്ളൂ. അത് പ്രത്യേകിച്ച് പറയാനുണ്ടോ? ഡൽഹി ടീമാണ് അവർ. അത് തോന്നുക അവരുടെ ക്യാപ്റ്റന്റെ മൊത്തത്തിലുള്ള അവരുടെ പെർഫോമൻസ് മൊത്തത്തിൽ മോശമായി പോയി. തീർച്ചയായും ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ച ടീമായിട്ട് തോന്നുന്നത്, എല്ലാ ടീമും നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നത്. ഏറ്റവും മോശം സൺറൈസേഴ്സ് ഹൈദരാബാദ്. ഇപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും മോശം തോന്നുന്നത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ടീമാണ്. ബാക്കി മുംബൈ മോശമായിരുന്നെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ അവര് കളിച്ച് കയറി വരുന്നുണ്ട്. നല്ല ഫോമിൽ അവരുടെ ടീം താരങ്ങളെല്ലാം. പിന്നെ ചെന്നൈയും RCBയും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരും ഏറ്റവും മോശമാണെന്ന് പറയാൻ പറ്റും. എല്ലാം നല്ല കളിക്കാരാണ്, പക്ഷെങ്കിൽ അവരുടെ പ്രകടനം മോശമാണ്. ജയിക്കുന്നത് നമ്മുടെ ഫേവറേറ്റ് CSK ജയിക്കുമെന്നാണ് നമ്മുടെ തീരുമാനം. ഓക്കെ, വിരമിക്കുന്നതാണ് നല്ലത്. കാരണം അദ്ദേഹത്തിന്റെ സമയം കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന്റെ പേര് തന്നെ മോശമായി പോകും. അതിന് നല്ലത് വിരമിച്ച് ഈ നല്ല പേരോടെ മാറുന്നത് തന്നെയാണ് നല്ലത്. അതിൽ സംശയമൊന്നുമില്ല, ചെന്നൈ തന്നെയായിരിക്കും ഇത്തവണ ജയിക്കുക. കാരണം ചെന്നൈ ഒരു ടീം എന്നുള്ള നിലയിൽ ഒരു വളരെ ഒത്തൊരുമിച്ച് നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചത്. അതിൽ ഒരു മോശം കളിക്കാരൻ എന്ന് പറയാൻ ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വാസ്തവം. എല്ലാ കളിക്കാരും നന്നായി ഒത്തൊരുമയോടെ കളിക്കുകയും വളരെ അധ്വാനിക്കുകയും ഫീൽഡിൽ വളരെ ഹാർഡ് വർക്ക് ചെയ്തതിന്റെ ഫലം അവർക്ക് ഇതിന്റെ ഒരു റിസൾട്ടിൽ നമുക്ക് എന്തായാലും പ്രതിഫലിക്കുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് തീർച്ചയുണ്ട്. ധോണിക്ക് എന്തുകൊണ്ടും ഉത്തമമായ ഒരു വിടവാങ്ങൽ മത്സരം തന്നെയാണിത്. കാരണം ധോണി ഒരു പ്രഗത്ഭനായ, പ്രശസ്തനായ, ഒരു മികവുറ്റ കളിക്കാരനാണ്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് ഫീൽഡിലേക്ക് വന്ന അന്നു മുതൽ തന്നെ ഇന്ത്യൻ ക്രിക്കറ്റിന് ഒരു വരദാനമായി മാറുമെന്നും വളരെ പ്രഗത്ഭനായ ഒരു കളിക്കാരനായി മാറുമെന്നും അദ്ദേഹം കാണിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് ഹെലികോപ്റ്റർ ഷോട്ടുകൾ നമുക്ക് നഷ്ടപ്പെടുമല്ലോ എന്നുള്ളൊരു വേദന നമുക്കുണ്ട്. എന്നാൽ കൂടി ക്രിക്കറ്റ് അങ്ങനെയാണ്. ഇന്ന് ഉള്ളവരെല്ലാം നാളെ ഉണ്ടാവുക. ഒരു പക്ഷേ നമുക്ക് ഈ ധോണിയെ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ധോണിയേക്കാൾ പ്രഗത്ഭരായ ഒട്ടേറെ കളിക്കാർ ഇന്ത്യക്ക് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ജയിക്കും തോന്നുന്നത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ബിക്കോസ് എന്താ വെച്ചാൽ നല്ല ടീമാണ്, അടിപൊളി ടീം, നല്ല ഫോർമേഷൻ, പിന്നെ ധോണിയുടെ ബുദ്ധി. അതെനിക്ക് ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. കാരണം എനിക്കറിയില്ല, മുപ്പര് വിരമിക്കാൻ ചാൻസ് ഇല്ല. പക്ഷെ ധോണി പോയി കഴിഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഇല്ല. ആ ഒരു സ്ട്രെങ്ത് പിന്നെ ഉണ്ടാവില്ല.